തിരുവനന്തപുരം AKG സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വഖഫ് വിഷയത്തിൽ UDF സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് തുടരുന്ന വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ പവർ കട്ടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം LDF ഭരണകാലത്ത് വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വാങ്ങിയിരുന്നതായും എന്നാൽ ഇപ്പോഴത്തെ UDF സർക്കാർ അത്തരം മുൻകരുതലുകൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തി. ഈ വീഴ്ചയാണ് കേരളത്തെ ഇപ്പോൾ ഇരുട്ടിലാക്കിയിരിക്കുന്നതെന്നും പിണറായി പ്രതികരിച്ചു. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ സ്തംഭിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസ്, അതിൽ ഹർജിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഒത്തുകളിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലൂടെ ഒരിടക്കാല വിധി വന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. 2025 കേന്ദ്ര സർക്കാർ അതേവരെ ഉണ്ടായിരുന്ന വഖഫ് നിയമം പൊളിച്ചെഴുതി സമഗ്രമായി ഭേദഗതി ചെയ്യുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ ഭേദഗതിയായി കൊണ്ടുവന്നു. ഇവിടെ മുസ്ലിം ആചാരപ്രകാരം 5 വർഷമെങ്കിലും ജീവിച്ചുവെന്ന് തെളിയിക്കുന്നയാൾക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നെല്ലാമുള്ള ഭേദഗതികളും അതോടൊപ്പം വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഇത്തരമൊരു നിയമം പാസ്സാക്കിയെങ്കിലും സംസ്ഥാനങ്ങളിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആ നിയമം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സർക്കാരുകൾ ഈ വന്ന വിവാദമായ വകുപ്പുകളോട് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. പുതിയ ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോൾ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇതേവരെ തുടർന്നു വരുന്നത്. ഇവിടെ വിവിധ മതവിഭാഗങ്ങളുടെ ഒട്ടേറെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അവയിലെല്ലാം
അവയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു മതസ്ഥർ കൈകടത്തുന്നത് സാധാരണഗതിയിൽ ശരിയായ രീതിയല്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നില്ല പൊതുവിൽ. ഇതിന് യോജിക്കാത്ത, ഇതിനെതിരായ സമീപനമാണ് പുതിയ വഖഫ് ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇവിടെ കാണേണ്ട പ്രത്യേകത, രാജ്യത്തുള്ള മതവിഭാഗങ്ങളിൽ ഒന്നാണ് മുസ്ലിം. ഈ മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം സംവിധാനമാണ് വഖഫ് ബോർഡ്. അതിൻ്റെ മാനേജ്മെൻറ്റിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിയത്. അതാണ് നിയമഭേദഗതിയിലൂടെ BJP സർക്കാർ പ്രാവർത്തികമാക്കിയത്. ഇത് ഇന്ന് മുസ്ലിമിനെതിരെയാണ് വന്നതെങ്കിൽ നാളെ മറ്റ് മതവിഭാഗങ്ങളുടെ കാര്യത്തിലും സ്വീകരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. പൊതുവിൽ മതനിരപേക്ഷ സമീപനത്തിന് നിരക്കാത്തതും മതനിരപേക്ഷ വിരുദ്ധവുമായ നിലപാടാണ് ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ളത്. LDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് 2024 ഒക്ടോബർ 14 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയം ഐകകണ്ഠ്യേനയാണ് നിയമസഭ അംഗീകരിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു ഇടപെടലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഏത് കാര്യത്തിലാണോ ആശങ്ക പ്രകടിപ്പിച്ചത്, ആ നിയമം അതിൻ്റെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പൂർണ്ണമായി നടപ്പാക്കാനാണ് ഞങ്ങൾ തയ്യാറാകുന്നത് എന്നാണ് കേരള ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യവും ഓർക്കേണ്ടതാണ്. ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഇടതുപക്ഷം ശക്തമായി അതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഇടതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ KC വേണുഗോപാൽ നിയമത്തിനെതിരായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം അവഗണിക്കുന്ന നിലയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. 2026 ജൂലൈ 14 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചു. അതിൽ രേഖാമൂലം ബോധിപ്പിച്ച കാര്യമാണ്. അതിങ്ങനെയാണ്, കോട്ട്: "The government is prepared to reconstitute the board strictly in compliance with the mandate of Section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act." ഇതാണ് രേഖാമൂലം
സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഭാഗം. മുസ്ലിം ലീഗിൻ്റെ നോമിനിയായ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ PM സനീർ മുഖാന്തരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കേസിൻ്റെ വിചാരണക്ക് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ഇതേ നിലപാട് തന്നെയാണ്, കാരണം സർക്കാരിൻ്റെ നിലപാടാണ് അഡ്വക്കേറ്റ് ജനറലും കോടതിയിൽ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഹർജിക്കാരോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള യോജിപ്പ് കോടതിയെ അറിയിച്ചു. വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ 1-ാം ഭേദഗതി അനുസരിച്ച് 11-ൽ കവിയാത്ത അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താണ് ബോർഡ് രൂപീകരിക്കേണ്ടത്. ഈ 11-ൽ 9 പേരെ നിയമിച്ചാണ് നേരത്തെ LDF കാലത്ത് ഉത്തരവായത്. ബാക്കി 2 പേരെ ഉടൻ നിയമിക്കുമെന്ന് ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിയമത്തിലെ 14-ാം വകുപ്പിൽ ആകെ അംഗങ്ങളിൽ 2 പേര് അമുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയ, സുന്നി, മറ്റു മുസ്ലിങ്ങളിലെ പിന്നോക്ക സമുദായക്കാർ എന്നിവരുടെ പ്രതിനിധികളും ബോർഡിൽ ഉണ്ടാവണമെന്ന് നിർദ്ദേശമുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ ഗണ്യമായ അംഗങ്ങളുണ്ടെങ്കിൽ ബോറ, അഖാഖാനി ഈ വിഭാഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്നുണ്ട്. ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഇവിടെ വഖഫ് ബോർഡിൻ്റെ യോഗം ചേരുന്നതിന് ഉള്ള കോറം 5 ആണ്. അപ്പോൾ 11-ൽ 5 പേരാണ് കോറം. ആ നിലയിൽ പരിശോധിച്ചാൽ വഖഫ് ബോർഡ് യോഗം ചേരാനോ തുറന്നുള്ള പ്രവർത്തനം നടത്താനോ ഇപ്പോൾ നിയമപരമായി ഒരു തടസ്സവുമില്ല. പക്ഷേ കോടതിയിൽ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങളിൽ 2 അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തില്ല എന്നും മറ്റുമാണ് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഒരു ഹർജിക്കാരൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പുതിയ വഖഫ് നിയമം
പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഫയൽ ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സ്വത്ത് വഖഫ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിലെ ചില ഭാഗങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അത്തരമൊരു ഇടപെടൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ, അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളുണ്ട്. ആ ഹർജികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നത് IUML-ന്റെ ഹർജിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഏറ്റവും രസാവഹമായ കാര്യം, ലീഗിന്റെ മന്ത്രിയാണ് വഖഫ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. ആ ചുമതല ഏറ്റെടുത്ത ഉടൻ ലീഗിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇത് വ്യക്തിപരമായി ആ മന്ത്രിയുടെ നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാട് മന്ത്രി എടുത്തത് എന്ന് മാത്രമേ കരുതാനാവൂ. തീർത്തും വിരോധാഭാസമായൊരു കാര്യമാണിത്. ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിലപാട് വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് LDF സർക്കാർ കേന്ദ്ര നിയമത്തിനോടുള്ള നയപരമായ എതിർപ്പിനോടൊപ്പം അമുസ്ലിങ്ങളായ അംഗങ്ങളെ കോടതിയുടെ തീർപ്പനുസരിച്ച് ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ പിന്നീട് നിലപാടെടുക്കാം എന്ന സമീപനം LDF സർക്കാർ സ്വീകരിക്കാനിടയായത്. രാഷ്ട്രീയമായി നോക്കിയാൽ ഈ നിലപാടിനോട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ യോജിച്ചവരാണ് UDF. എന്നാൽ ഭരണത്തിൽ വന്ന ശേഷം പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കുമെല്ലാം ആശങ്ക ഉളവാക്കുന്ന വിധത്തിലാണ് ഇവരെ കൂടി, ഈ രണ്ട് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താം, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന നിലപാട് കോടതിയിൽ UDF ഗവൺമെന്റ് അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF ഉയർത്തിയ രാഷ്ട്രീയ ഡീൽ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹം ഓർക്കുന്നുണ്ടാവും. അതെല്ലാം അവർക്ക് തന്നെ ചേരുന്നതാണ് എന്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയെന്താ സംശയം? അതിലേക്ക് സംശയമായോ? അതല്ലേ വ്യക്തമായിട്ട് വന്നിട്ടുള്ളത്.
അവരുടെ അഡ്വക്കറ്റാണ് കോടതിയുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നത്. അത് അഡ്വക്കറ്റിൻ്റെ മാത്രം ഏർപ്പാടല്ല, സർക്കാരിൻ്റെ നിലപാടാകുമ്പോൾ അഡ്വക്കറ്റ് ചെയ്യണമല്ലോ ഗവൺമെൻറ് പേരുടെ നിലക്ക്. എന്നാൽ ആ അഡ്വക്കറ്റിൻ്റെയോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയോ മാത്രം ഉത്തരവാദിത്തമായിട്ട് എല്ലാവരും അത് വരുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ. നിരന്തരമായി ലോഡ് ഷെഡിംഗ് ഉണ്ടാവുകയാണ്. അത് ഒരു ദിവസം 2 നേരം 3 നേരമൊക്കെ ലോഡ് ഷെഡിംഗ് ആണ്, കറണ്ട് ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പോലും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വൈദ്യുതി പോയി. ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഇതെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് മാറുമോ എന്നുള്ളൊരു ശങ്ക എനിക്കുണ്ട്. എന്നാൽ നാടിനാകെയുള്ള പൊതു പ്രതികരണമാണ് നിങ്ങളിവിടെ ഉന്നയിച്ച കാര്യം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ വൈദ്യുതിയുടെ കാര്യത്തിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഏത് ഗവൺമെൻറ് അധികാരത്തിലുണ്ടായാലും. അത്തരം ഘട്ടങ്ങളിലെല്ലാം എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെയുള്ള ഉപയോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇവിടെ സംഭവിക്കുന്നത് തീർത്തും വ്യത്യസ്തമായൊരു നിലയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുക. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഈ വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം. ഇവിടെ സാധാരണഗതിയിൽ ദിവസം 300 മുതൽ 600 മെഗാവാട്ട് വരെ കുറവുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടത്? കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ജൂലൈയിൽ ഒരു ഹ്രസ്വകാല കരാറിലൂടെ വാങ്ങാൻ തയ്യാറായത് 150 മെഗാവാട്ട് മാത്രമാണ്. അപ്പോൾ നേരത്തെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു ദുരവസ്ഥ വന്നിട്ടുള്ളത്? കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്രയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, അതെങ്ങനെ പരിഹരിക്കാനാകും? ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു പോകേണ്ടതല്ലേ? കേരളത്തിലെ വൈദ്യുതി രംഗം നല്ല ശക്തി പ്രാപിച്ചൊരു കാലമാണ് ഈ കഴിഞ്ഞ ദശാബ്ദക്കാലം. കാരണം ട്രാൻസ്മിറ്റ് പദ്ധതി 10,000 കോടി രൂപ ചെലവിട്ടുകൊണ്ടതാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാകില്ല എന്ന് കണക്കാക്കിയത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആഭ്യന്തര ഉൽപ്പാദനം 2092 മെഗാവാട്ടാണ് വർദ്ധിപ്പിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞത്. ഇങ്ങനെയെല്ലാമുള്ള നിലയിൽ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വൈദ്യുതി മേഖല എത്തിയതാണ്. പക്ഷേ വസ്തുതയായി കാണണമല്ലോ. നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പം അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം, ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല.
ഗവൺമെന്റിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണ് വേണ്ടത്. അല്ല, എന്തോ ചോദിക്കാൻ നോക്കി അദ്ദേഹം. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി പ്രസംഗിച്ചത് അവർ നൽകുന്ന വിശദീകരണം ഒരു ദീർഘകാല കരാർ കഴിഞ്ഞ സർക്കാർ റദ്ദാക്കിയത്. ഒപ്പം തന്നെ ഈ കാലാവസ്ഥ പ്രതിസന്ധിയാണ് കാരണമാണ്. ഇപ്പൊ ചീവേനിയിലൊരു ആണവ കേന്ദ്രം സ്ഥാപിക്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ അടിയന്തരമായ പ്രശ്നങ്ങൾ നേരിടാൻ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മറ്റു ചില കാരണങ്ങൾ പറയുന്നത് മുൻ സർക്കാരിനെ പഠിക്കുന്നുണ്ട്. അതിന്റെ വസ്തുതയുണ്ട്. അല്ല, അതാ അദ്ദേഹം പറഞ്ഞു. അതിന് വിശദീകരണം വേണ്ടാലോ. അത് പറഞ്ഞതിലുണ്ടത്. ആ പറഞ്ഞതിന് ഞാൻ പറയാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറയാൻ നോക്കിയതാണ്. ഇതാണ് LDF ഗവൺമെന്റ് പ്രത്യേക സമീപനം. അവിടെയാണ് LDF ഗവൺമെന്റ് UDF ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടത്. ആ കരാറിനോട് വ്യത്യസ്തതയുള്ളവരായിരുന്നു ഞങ്ങൾ. ആ കരാറിനകത്ത് നേരായ കരാറല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങൽ തുടങ്ങിയിരിക്കുന്നു. ആ കരാർ റദ്ദ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ നാടിന് വൈദ്യുതി ക്ഷാമം അനുഭവിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ആ വൈദ്യുതി കരാറുമായി മുന്നോട്ട് പോകാനാണ്. ഈ വ്യത്യസ്തതയുള്ളപ്പോൾ തന്നെ നാടിൻ്റെ പൊതുവായ താല്പര്യം കണക്കാക്കി ആ വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ നടപടിയെടുത്തത്. ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ അനുമതി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. ഇത്തരമൊരു കരാറിലേക്ക് പോകുമ്പോൾ UDF സർക്കാർ ആ അനുമതി വാങ്ങിയിരുന്നില്ല. അവരുടെ മുന്നിൽ ഈ പ്രശ്നം സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് അവരുടെ അവസാന തീരുമാനം പിന്നീട് വന്നു. അത് റദ്ദ് ചെയ്യുന്നതായിരുന്നു. ആ റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ആകാവുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. അത് വെറുതെ വിട്ടുകളയല്ല ചെയ്തത്. ആ വൈദ്യുതി വാങ്ങൽ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സമീപനം. ഞങ്ങളതിൽ നിങ്ങൾ കാണിച്ചത് കൊള്ളരുതായ്മയാണ്, അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്ന നിലയല്ല. ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഉപേക്ഷിച്ചാൽ നാട് ഇരുട്ടിലാവും. അതല്ല നല്ലത്. നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് നല്ലത് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഈ സമീപനം കേരളത്തിൻ്റെ വൈദ്യുതി മേഖലക്ക് കുറവില്ലാത്ത മട്ടിലായിരുന്നു. ഇപ്പോൾ പറയുന്ന പരിഹാര മാർഗം അത് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഈ ആണവ നിലയം സ്ഥാപിക്കൽ. ആണവ നിലയം സ്ഥാപിച്ച് കേരളത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് കളയാമെന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായ എതിർപ്പുണ്ടാകും. ഒരു സംശയമില്ല, അതിശക്തമായ എതിർപ്പ് ഉയർന്നു വരും. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാലത്ത് അത്തരമൊരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യാതിരുന്നത്. ചില നിർദ്ദേശങ്ങളൊക്കെ ചില ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളൊക്കെ നിലപാട് വ്യക്തമാക്കിയത് അത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന്. ഇപ്പോൾ വീണ്ടും അത്തരമൊരു ആലോചനയിലേക്ക് കടക്കുന്നെങ്കിൽ അത് അനാവശ്യമായ പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാനായിരിക്കും വഴിവെക്കുക. അതിന് പകരം മറ്റ് നടപടികളിലൂടെ വൈദ്യുതി രംഗം കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. 2 ദിവസം മുമ്പ് CM പറഞ്ഞൊരു കാര്യം, കപ്പൽ നിർമ്മാണശാല ടാറ്റയുടെ 10,000 കോടി രൂപയുടെ കേരളത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇന്ന് ടാറ്റയുമായി ഒരു പത്രത്തിലെ പ്രതിനിധി സംസാരിച്ചപ്പോൾ CM അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ സാധ്യതയും കേൾക്കുന്നില്ല എന്ന മറുപടിയാണ് ടാറ്റ. എൻ്റെ ശ്രദ്ധയിലും അത് വന്നു, നിങ്ങളെ ഈ പറഞ്ഞ കാര്യം. പക്ഷെ ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമന്റിലേക്ക് പോകുന്നില്ല. ഏതാണ് വസ്തുത എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഏതായാലും ടാറ്റ അറിഞ്ഞുകൊണ്ടൊരു കാര്യം വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വന്നതായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം പറയാം. കഴിഞ്ഞ 10 വർഷം നല്ല മുഖ്യമന്ത്രിയാകുമ്പോൾ കൈകാര്യം ചെയ്ത CMD ആണ്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് സഹായങ്ങൾ കൊടുക്കാനും സാധിക്കുന്നത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ 2 മാസമായ സഹായങ്ങൾ വളരെ പരിമിതമായിട്ട് മുമ്പൊക്കെ ഒരു മാസം 50 കോടി രൂപയുടെ അതുവഴി സഹായങ്ങൾ കൊടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് മുമ്പൊക്കെ വില്ലേജിന്റെ പാക്കറ്റിൽ എഴുതി കൊടുത്താണ് പല ആനുകൂല്യങ്ങളും കൊടുത്തത് എന്നാണ്. ഇപ്പം ഓൺലൈനിൽ ഉണ്ടായിരുന്ന സുതാര്യമായ അട്ടിമറിച്ച് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്താ പറയുന്നത്? നമ്മളെ നാട് കൂടുതൽ പുരോഗതിയിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ
പുറകോട്ട് പോകാനല്ല എപ്പോഴും താല്പര്യം കാണിക്കേണ്ടത്. നമ്മുടെ ഈ നിങ്ങൾ പറഞ്ഞ CMDRFുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ പല വിധത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. അതിൽ ചിലർ തെറ്റായത് ഉപയോഗിച്ചു വന്ന പരാതികളുണ്ടായിരുന്നു. പ്രാദേശികമായി ചില ആളുകൾ വിചാരിച്ചിട്ടാണ് ഈ സഹായം കിട്ടിയത്. ചെറിയ കാശായിരിക്കും. ആ ചെറിയ കാശിൽ നിന്ന് വിഹിതം പറ്റിയ ആളുകളെ പറ്റി അടക്കം പരാതികൾ മുൻപ് കേട്ടിരുന്നു. അങ്ങനെയെല്ലാമുള്ള അനുഭവം ധാരാളം UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിലുണ്ടായതാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കൃത്യമായ നടപടിക്രമം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം LDF സർക്കാർ നിയതമായ മാനദണ്ഡങ്ങൾ വെച്ചു. അതിൻ്റെ ഭാഗമായി ഓൺലൈനിലൂടെ അപേക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും ആരുടെയെങ്കിലും പ്രത്യേക ശുപാർശ വേണ്ട, തീരുമാനങ്ങൾ വന്നോളും. ആവശ്യമായ സാക്ഷ്യപ്പെടുത്തലുകളുണ്ടാവും. വില്ലേജ് ഓഫീസറും തഹസിൽദാറും കലക്ടറുമൊക്കെ സാക്ഷ്യപ്പെടുത്തിയ കടലാസാണ് ഓൺലൈനായിട്ട് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അർഹതയുള്ള സഹായം അവരാഗ്രഹിക്കുന്ന മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ ചെറിയ സഹായം എങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന രീതിയാണ്. ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായിട്ടില്ല. പരാതി ഉണ്ടായത് ആർക്കാ? ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഈ കാര്യം പരിശോധിച്ചപ്പോൾ തങ്ങൾക്കിടപെട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചിലർക്കൊരു തോന്നൽ. അത് സഹായം ലഭിക്കേണ്ടവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നതല്ല. സഹായം ലഭിക്കേണ്ടവർക്ക് വേഗത്തിൽ സഹായം ലഭിക്കാൻ ഉതകുന്ന സമീപനമാണ് ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ വന്നത്. എന്നാൽ പ്രാദേശികമായി ചില ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പഴയ കമ്മീഷൻ രാജിലേക്ക് പോകുന്ന നിലയാണ് ഉണ്ടാക്കുക. അതീവ നിർഭാഗ്യകരമായ വശമാണത്. ഒരു കാരണവശാലും നിലവിലുള്ള ഓൺലൈൻ സമ്പ്രദായം പൊളിച്ചെഴുതാൻ പാടില്ലാത്തതാണ്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ദൃഢമാക്കാനും എന്തെങ്കിലും നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ പുറകോട്ട് പോവുകയല്ല വേണ്ടത്. കമ്മീഷന് അവസ്ഥയുണ്ടാക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും ഒരു നിസ്സഹായാവസ്ഥയിൽപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ ചൂഷണം ചെയ്യാൻ ചില ആളുകൾക്ക് അവസരമുണ്ടാക്കരുത്. അതാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്. വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ഗവൺമെന്റ് ലീഡർ നിയമനത്തെ പോലെ വിദ്യാഭ്യാസ മേഖലയിലും പ്രൈവറ്റ് നിയമനങ്ങൾ നടക്കുന്നത്. SSTയിൽ 10 വർഷം മുമ്പ് വിരമിച്ചയാളെയാണ് ഇപ്പോൾ 65 വയസ്സിലാണ് കൊണ്ടിരിച്ചിരിക്കുന്നത്. മറ്റ് സീമാറ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ യോഗ്യതകൾ മറികടന്ന്, അതായത് ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള വേണം എന്നുള്ളത് മറികടന്ന് ഒരു സാധാരണ അധ്യാപകനെ എത്തുന്നു. ഇങ്ങനെയുള്ള നിയമനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. പല കാര്യങ്ങളും ഇതുപോലുള്ളത് ഉയർന്നു വരികയാണ്. ഇത് ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചില നോട്ടപ്പിശകുകൾ മാത്രമായിട്ട് കാണേണ്ടതല്ല, ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. അതിൻ്റെ ഭാഗമായി സാധാരണ നിലയിലുള്ള മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുക, അർഹത നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. അധ്യാപകരുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനം, നേരത്തെ അധ്യാപകർ വർഷാരംഭത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കണക്കുകളൊക്കെ എടുത്താൽ ചില പോസ്റ്റുകൾ അധികമുണ്ടെങ്കിൽ അവർക്ക് പൊതുവെ സംരക്ഷണം കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു വരാറുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന പ്രശ്നം എന്താ? നമ്മുടെ വിരമിക്കുന്നവരുണ്ട്. ആ വിരമിക്കുമ്പോൾ ചിലപ്പോൾ പ്രൊമോഷനിലൂടെ അത് നികത്തേണ്ടതുണ്ട്.
എന്നാൽ ഇത്തരത്തിലുള്ള തസ്തികകൾ ഒഴിച്ചിടുകയാണ്. പ്രൊമോഷനിലൂടെ നികത്താതിരിക്കുമ്പോൾ പുതിയ ആളുകൾ എടുക്കുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പുതിയ ആളുകൾക്കുള്ള തൊഴിൽ സാധ്യത നഷ്ടപ്പെടുന്ന അവസ്ഥ വരികയാണ്. ഇതൊക്കെ ഗവൺമെൻറ് അവധാനതയോടെ ചെയ്യേണ്ട കാര്യമാണ്. ആളുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്, തൊഴിലെടുക്കുന്നവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, അർഹതപ്പെട്ട പ്രൊമോഷൻ നൽകേണ്ടതുണ്ട്. വിരമിക്കുന്നതിൻ്റെ ഭാഗമായുള്ള തസ്തികകളിൽ പ്രൊമോഷനും പുതിയ നിയമനവും നൽകുന്നത് ഒഴിവാക്കുന്ന നടപടികൾ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല. അതും ഇതിൻ്റെ കൂടെ ഒപ്പം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിച്ച ശ്രീ രതീഷ് കാളിയാണ് ഈ PMC വിഷയത്തിൽ ഒരു ലേഖനം എഴുതി ശ്രദ്ധിച്ചിരുന്നു. അത് അദ്ദേഹം പറയുന്നത് ഇത് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയുന്നതല്ല എന്ന ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്റ്റാൻഡിന് അനുകൂലമായിട്ടാണ് ആ ലേഖനം. അതിന് പഴയ വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അതിനൊക്കെ പറയാതിരിക്കലാണ് നല്ലത്. പ്രളയം എന്ന് പറയുന്നത് ആ പ്രളയം വന്ന് ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി അവസാനിക്കുന്ന ഒന്നാണോ? നമുക്കെല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യമല്ലേ. കോവിഡിന്റെ ഭാഗമായി വന്നിട്ടുള്ള തകർച്ച അത് എത്ര വലുതായിരുന്നു, എത്ര നാളാണ് നീണ്ടുനിന്നത്? അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരുപാട് ഡിലേ, പലർക്കും മാസക്കണക്കിന് ഡിലേ വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടുവന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഡിലേ കിട്ടുന്നവർക്ക് കിട്ടാനുണ്ടായിരുന്നു. ഇപ്പം ഉള്ള സിസ്റ്റത്തിലാണ് ഈ പറയുന്ന മാറ്റം വന്നാലാണ് ഡിലേ വരിക. ആ ഡിലേ ഒഴിവാക്കുന്നതിനാണ് ഇത് ഏറ്റവും സഹായകരം. മാത്രമല്ല, ഞാൻ പറഞ്ഞ മറ്റേ കാര്യത്തിനാണ് ഇതിടയാക്കുക. അതാണ് കാണേണ്ടത്. പ്രതിപക്ഷ ഉപനേതാവ് കാര്യത്തില് അത് കഴിഞ്ഞു എന്നാണ് താൻ പറഞ്ഞ പിണറായി വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് അതൊക്കെ കഴിഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. അതേ കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞതാണ്. അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയാണ്? നാര വിട്ടുവീഴ്ച ഇതിന് വേണ്ടത്? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? അത് കാണുമല്ലോ, അത് ചർച്ച ചെയ്യുമല്ലോ. ഞാനും ബിനോയ് കാണുമില്ലേ? അത് വേറെ കാര്യം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നും വരില്ല. അതെ, അല്ല, അത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് പുറത്തിറക്കിയത്. ആരെ കടലാസ് അതെ അതെ അതെ. ആര് കളവ് പറയുന്നു, ആര് വസ്തുത പറയുന്നു എന്നൊക്കെ ഉള്ളത് കോടതിയുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ. അതില് മാത്രമാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. കേസ് പരിഗണിച്ചപ്പോൾ നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. 2 അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് പാർലമെന്റിൽ ഇന്ന് ശക്തമായി എതിർത്തിട്ടുണ്ട്. PM സനീർ, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ടു AAG, അദ്ദേഹം ഒപ്പിട്ട കടലാസാണിത്. ഇതില് it is contended that 2 non-Muslims are provided under the second proviso, 1 Shia and 1 other backward classes among Muslim community provided under the third proviso, 1 each from Bohra and Agarkham communities, which are to be nominated as per 4th proviso of subsection 1 of section 14, is not represented in the Waqf board as per the notification. ഒരു ഭാഗം. It is further contended that the determination of various clauses
among Muslim community envisaged under Section 14(6) has not been carried out by the government before insisting the above notifications. There is another contention that the persons who are appointed representing various classes specified under subsection 1 of Section 14 was not fulfilling the necessary qualifications to represent a particular category. അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. Taking note of all the above facts and infirmities, the government is prepared to reconstitute the board strictly in compliance with the mandate of Section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act 1995. എന്തായി പറഞ്ഞത്? ഞാനാണോ കളവ് പറഞ്ഞത്? എത്ര വേഗത്തിലാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതാണ് കാണേണ്ടത്. ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതാണല്ലോ. ഇത് കയ്യോടെ ഇതിൻ്റെ അടിയിൽ PM സനീർ സ്പെഷ്യൽ ഗവൺമെന്റ് പീഡർ ടു AAG എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട്. ആ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അതിന്റെ അപ്പുറത്തുള്ള കടലാസുകളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാത്തിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. ഭരണപക്ഷത്തിനെതിരെ പിണറായി ഉന്നയിച്ച രൂക്ഷ വിമർശനം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും വിശദീകരണം എന്തായിരിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം.